ശൈഖുന മൗലാന പേരോട് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. ഈ പള്ളിയുടെ പ്രവർത്തനം തുടക്കം കുറിക്കുന്ന സമയത്ത് 2 വർഷം മുമ്പ് ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറവ് ചെയ്യപ്പെട്ടു. ഇവിടെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാജ്യം മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന രാജ്യമല്ല എന്ന് നമുക്ക് അറിയാം. എല്ലാ വിഭാഗങ്ങളും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അത് അതേ വിധത്തിൽ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് പാല് തരുന്ന ജീവികളുണ്ട്. നമുക്ക് സ്വന്തം ശരീരം തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച ജീവികളുണ്ട്. ഞാനിപ്പോൾ വരുമ്പോൾ മത്സ്യം കഴിച്ചു. മത്സ്യം എന്ന് പറയുന്നത് കടലിൽ നിന്ന് മനുഷ്യൻ പിടിച്ചെടുത്ത് മനുഷ്യൻ കഴിക്കുകയാണ്. അത് തെറ്റാണെന്ന് ആരും പറയാത്തതിന്റെ കാരണം ആ മത്സ്യം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ്. ആട്ടിനെയും പോത്തിനെയും ഒക്കെ അറുത്ത് നമ്മൾ ഭക്ഷിക്കാറുണ്ട്. ധാരാളം കോഴി കഴിക്കാറുണ്ട്. അതെല്ലാം മനുഷ്യന് വേണ്ടി ആ ജീവികളെ ലോകസിദ്ധാവായ പടച്ചവൻ സൃഷ്ടിച്ചു വെച്ചതാണ്. ആ ജീവികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഇവിടെ ഈ കാണുന്ന സസ്യങ്ങളും അതുപോലെ നമുക്ക് ധാരാളമായി ധാന്യം തരുന്ന നെല്ലും ഗോതമ്പും എല്ലാം മനുഷ്യന് ഉപയോഗിക്കും. എത്ര മുടക്കലുകളാണ് കൂട്ടിപ്പോയത്. അങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ ഭവിഷ്യത്തുകൾ എണ്ണുമ്പോൾ എത്ര ആണുള്ളത്? അതൊരു നാട്ടിലും 2 നാട്ടിലുമാണ്. ലോകം മുഴുക്കെയുള്ള ജനങ്ങൾ അതിന്റെ കെടുതി അനുഭവിക്കുകയാണ്. അല്ലാഹു ആ യുദ്ധക്കെടുതിയിൽ നിന്ന് സമൂഹത്തെ മുഴുവനും രക്ഷപ്പെടുത്തുമാറാകും. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയോ പക്ഷം ചേരാൻ വേണ്ടിയോ അല്ല സംസാരിക്കുന്നത്. മനുഷ്യന് എന്തുകൊണ്ട് സമാധാനത്തോടുകൂടെ ജീവിച്ചുകൂടാ? എന്തുകൊണ്ട് പരസ്പരം സഹകരിച്ച് ജീവിച്ചുകൂടാ? എന്തിനു ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആക്രമിക്കണം? എന്തിന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലണം എന്ന ചിന്ത ഉണ്ടാകണം? എന്തിന് മറ്റൊരാളെ വേദനിപ്പിക്കണം? അങ്ങനെയല്ലല്ലോ ഒരു മനുഷ്യന്റെ ജീവിതം ഉണ്ടാകേണ്ടത്. എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഉപകാരം ചെയ്യണം. അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഹബ്ബുൻ നാസി ഇലല്ലാഹി അല്ലെങ്കിൽ അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് മനുഷ്യരിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. നമ്മൾ പരസ്പരം ഉപകാരങ്ങളാണ് ചെയ്യേണ്ടത്, ഉപദ്രവങ്ങൾ. അയൽവാസിയായ മനുഷ്യൻ എന്നെ കൊണ്ട് യാതൊരു ശല്യവും ഉണ്ടാവുകയില്ല എന്ന വിശ്വാസം അവന്റെ മനസ്സിൽ ഞാൻ ആർജിക്കുമ്പോൾ മാത്രമേ ഞാനൊരു സത്യവിശ്വാസിയാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ യുമിനു അഹദുക്കും ഹത്താ യുമിന ജാറുഹു ഖബായിഖഹു. എന്നെ കൊണ്ടൊരു ഭവിഷ്യത്ത് ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് എന്റെ അയൽവാസിയുടെ മനസ്സിൽ എനിക്ക് വിശ്വാസം ആർജിക്കാൻ കഴിയണം. അപ്പോഴേ ഞാനൊരു മുഅ്മിനാവുകയുള്ളൂ, സത്യവിശ്വാസിയാവുക. അൽ മുസ്ലിമു മൻ സലിമ അന്നാസ മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം, ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനങ്ങളും, അവിടെ ജാതി മത വ്യത്യാസമില്ല, ജനങ്ങളെല്ലാം അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും സുരക്ഷിതരാണ്. ആരെയും ചീത്ത വിളിക്കാനോ തെറി പറയാനോ കുറ്റം പറയാനോ അവമതിക്കാനോ നിസ്സാരപ്പെടുത്താനോ അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താനോ തുനിയാത്ത മനുഷ്യൻ. ആർക്കും കൈകൊണ്ടോ കാലുകൊണ്ടോ ഒരവയവം കൊണ്ടും ശല്യം ചെയ്യാത്ത മനുഷ്യൻ, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന മനുഷ്യൻ. അങ്ങനെയാണ് മനുഷ്യൻ ജീവിതം നയിക്കേണ്ടത് എന്നാണ് സമാധാനത്തിന്റെ മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ വഴി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കണം. ലോകസൃഷ്ടാവായ അല്ലാഹുവിനോടുള്ള കടപ്പാട് നാം മറന്നു പോകരുത്. അവന്റെ സൃഷ്ടികളാണ് എല്ലാവരും.
മുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്ന പടച്ചവൻ തന്നെയാണ് അമുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്നത്. മുസ്ലിമായ മനുഷ്യന് വെള്ളം കൊടുക്കുന്ന റബ്ബ് തന്നെയാണ് അല്ലാത്തവർക്കും കൊടുക്കുന്നത്. എല്ലാം അല്ലാഹുവാണ് നൽകുന്നത്. അവന്റെ സൃഷ്ടികളോടെല്ലാം കാരുണ്യമാണ് ആവശ്യം. ഈ ഒരു ആശയമാണ് പ്രവാചകന്മാരെ പഠിപ്പിച്ചത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയത്ത് തീനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല. അദ്ദേഹം ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ല. അപ്പോൾ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ച് ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് ഭക്ഷണം തടഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അദ്ദേഹം നിന്നെ ആരാധിക്കുന്നില്ല, അതുകൊണ്ട് നീ സൃഷ്ടിച്ച ഭക്ഷണം അദ്ദേഹത്തിന് കൊടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാഹു ചോദിച്ചു, അദ്ദേഹത്തിന് വയസ്സ് എത്രയായി? ഇത്രയും കാലം അദ്ദേഹം ഇവിടെ ജീവിച്ചത് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടല്ലേ? എനിക്കറിയില്ല അയാൾ എന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്നെ ആരാധിക്കുന്നില്ല എന്ന് എനിക്കറിയാലോ എന്ന് ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കില്ല. അപ്പോ എല്ലാവരും ഇവിടെ ജീവിക്കണം, എല്ലാവർക്കും ഭക്ഷണം കിട്ടണം, എല്ലാവർക്കും വായു ലഭിക്കണം, എല്ലാവർക്കും എല്ലാം ലഭിക്കണം. അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഉപകാരം ചെയ്യുന്നവനായി മനുഷ്യൻ ജീവിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ തീരുമാനം പുനഃപരിശോധിച്ചത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു എന്നെ വിളിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലെന്ന് ചോദ്യം ചെയ്തു. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ചോദ്യവും ഞാൻ അദ്ദേഹം എന്നെ ആരാധിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ എന്നാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, തീ എന്ന് പറയുന്ന സാധനം അത് തൊട്ടാൽ പൊള്ളുന്നൊരു സാധനമാണ്, പലപ്പോഴും കരിച്ചു കളയുന്ന സാധനമാണ്. എത്ര തന്നെ തീയെ സ്നേഹിച്ചാലും തീ അതിന്റെ സമീപത്തെത്തിയാൽ അത് കൊള്ളും. അങ്ങനെയുള്ള സാധനമാണ് തീ, അതിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. എന്നാൽ ഇന്നേ വരെ ഞാൻ ആരാധിക്കാത്ത എന്റെ പടച്ചവൻ, എന്റെ സഖാവായ അവനല്ല ആരാധനക്കർഹനെന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുകയാണ് എന്ന് പറയുകയാണ്. സുഹൃത്തുക്കളെ, കാരുണ്യം കാരുണ്യം ചെയ്യുന്നവർ, ഗുണം ചെയ്യുന്നവർ റഹ്മാനായ അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യും. ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്കൊക്കെ കാരുണ്യം ചെയ്യുക. യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിൽ ആധിപത്യമുള്ളവനായ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ആകാശത്തിലുള്ള മലക്കുകൾ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ഇങ്ങനെയൊക്കെയാണല്ലോ ആ ഹദീസിനെ പണ്ഡിതന്മാര് പറഞ്ഞ അർത്ഥം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവർക്കും ഗുണം ചെയ്യും. സ്വന്തം വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിന് ഭാര്യമാരോട് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം ഏറ്റവും ലളിതമായ സ്വഭാവമായി. ഭാര്യമാർ നമ്മുടെ അടിമകളാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് നാട്ടിലുള്ള ജനങ്ങൾ, പരിസരങ്ങളിൽ എത്തിച്ചേർന്നവർ, ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹായിച്ച് സഹകരിച്ച ജനങ്ങൾ, സഹകരിക്കുന്നവർ എല്ലാവർക്കും ഇവിടെ ഈ പരിസരങ്ങളിലുമുള്ള അമുസ്ലിം സുഹൃത്തുക്കൾക്കടക്കം എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകണം അല്ലാഹ്. എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നൽകണം അല്ലാഹ്. എല്ലാവരെയും നീ നല്ലവരായി ജീവിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈമാൻ അംഗീകരിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചു സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ ഇസ്ലാം സ്ഥാപനങ്ങളെ നീ മരിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇവിടെ നേർച്ചയും ശ്രദ്ധയും ഒക്കെ നൽകിയവർ, സിറാജിലേക്ക് വരുന്ന വഴി നടന്നു വരുമ്പോഴും നേർച്ച തന്നവരുണ്ട്. ആര് ഏത് ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് നേർച്ച ചെയ്തവരുണ്ടോ, ശ്രദ്ധ ചെയ്തവരുണ്ടോ, നീ അത് കബൂൽ ചെയ്ത് അവരുടെയും ഞങ്ങളുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം അല്ലാഹ്. രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം അല്ലാഹ്. വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ നീ നീക്കിത്തരണം അല്ലാഹ്. ഞങ്ങൾക്ക് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ അടക്കം എല്ലാവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ ദീർഘ ആയുസ് നൽകണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇനിയും എല്ലാ വർഷവും ഉറൂസിൽ വന്ന് നിങ്ങളുടെ സമയം സംസാരിക്കാൻ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ.